കരുതി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന്. എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന് എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു. അത് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു. അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പലതും ആലോചിച്ച് പെരുപ്പിച്ചു. ഒന്നിനും ഒരു താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടമൊക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്. ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ വരാൻ. വണ്ടി തിരിച്ചിട്ട്. എന്താടി കണ്ണീര് കയ്യും? നിന്നെ പഠിപ്പിച്ചോവൻ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭമുണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേരള വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ? ദേ പെണ്ണാണ്, പെടക്കരുത്. നിന്നെയും കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിഴുതെടുക്കും. കേരള റാസ്കൾ. ദേവി, നീയാണോടാ നാരായണൻകുട്ടി? അതെ സാർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സാർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സാർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സാർ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സാർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടിത്താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സാർ. ഇത് നിന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സാർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാനറിയാതെ മറ്റാരെങ്കിലും. ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ, ആരോടാ അവൻ? അപ്പുട്ടി, അപ്പുട്ടി. ഇന്നലെ എന്റെ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. ഏട്ടോ, യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്.
ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നുമല്ലോ പറക്കി തരണേ, കാശല്ലേ? ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്താ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ, അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് തന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ, മടിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് വീണ്ടും കാണാം. കരക്ക് ഇനി ഇരിക്കാം. അല്ലേ? കരക്ക്. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധനാ, അല്ലെങ്കിൽ പോവാ. നാരായണൻകുട്ടി, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോ നാരായണൻകുട്ടി? പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര. ഈ കുട്ടിയെ ഓരെന്തിനെങ്കിലും ദ്രോഹിക്കണേ. കട്ടവനെ കണ്ടില്ലേ കണ്ടവന്റെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നാരായണൻകുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾ കച്ചവടക്കാർക്ക് അറിയാം, നാട്ടുകാർക്കും അറിയാം. ഇങ്ങനെ എന്തെങ്കിലും ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ കുറ്റം മുഴുവൻ നിന്റെ തലയിൽ കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. കുമാരാ, കുമാരാ, അപ്പൂട്ടിയെ കണ്ടൂന്ന്. ആരെ? ആ തെക്കേത്തള മാധവൻ ഇന്നലെ സിനിമ കഴിഞ്ഞ് വരുമ്പോ കണ്ടൂന്ന്. എന്നിട്ട് നാരായണൻകുട്ടിയെ അന്വേഷിച്ച് നടക്കണൂന്ന്. നീ എന്തിനാ സൈത്താന്റെ പേര് പോലീസിൽ പറയാൻ പോയത്? പിന്നെ പറയാതെ പറ്റുമോ? അയാളല്ലേ അന്ന് എന്റെ കടയിൽ വന്ന് ചാക്കെടുത്തോണ്ട് പോയത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഈ കവല വെച്ച് അവനൊന്നും ചെയ്യില്ലെന്ന് വെച്ചോ. പകല് വെട്ട് തോം പുറത്തിറങ്ങുകയില്ല. കുറച്ചു ദിവസം നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാ നല്ലത്. മുണ്ണും പിന്നും നോട്ടം ഇല്ലാത്താനാ അവൻ വീട്ടിലേക്ക് എങ്ങാനും കയറി ചെന്നാലോ? ഇയാൾ അതും പറഞ്ഞ് അവനെ പേടിപ്പിക്കാതെ. അതെ, ഇവര് പറയുന്ന പോലുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും ആളവനായതുകൊണ്ടാ ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. കൊതിച്ചിരിക്കായിരുന്നു ഞാൻ. അന്ന് അവർ ഒരുപാട് ഉപദ്രവിച്ചു അല്ലേ? ഇല്ല, ഞാൻ അവരോട് സത്യം തുറന്നു പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഇന്ന് രാവിലെ പാറുമ്മ വന്നിരുന്നു. അപ്പൂട്ടി ഏത് നിമിഷവും വരും. വന്നാ പിന്നെ എനിക്ക് ദേവിയെ കാണാൻ പറ്റില്ലെങ്കിലോ? അതുകൊണ്ടാണ് വന്നത്, അവസാനമായിട്ടൊന്ന് കാണാൻ. അങ്ങനെയൊന്നും പറയരുത്. ശാപം കിട്ടിയവനാണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം കണ്ണീരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ദേവിക്കും എല്ലാ വിഷമങ്ങളും മാറും. മാറണമെങ്കിൽ നീ എന്നെ മറക്കണം.
നമുക്കവിടെ വെച്ച് പിരിയാം. ഇല്ല, നമ്മൾ പിരിയില്ല. കാലം കോഴിയല്ലേ കൂവണത്, എല്ലാം തികഞ്ഞെന്റെ അമ്മേനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കാലം കോഴി. അയ്യോ അമ്മ ഇതെന്തമ്മേ? പട്ടയമിട്ട വീണതാ. നീ അങ്ങ് അകത്തേക്ക് ചെല്ല്. അങ്ങോട്ട് എഴുന്നേറ്റ് പോകൂ. ആരാടിയത്? വേഗം അങ്ങോട്ട് എഴുന്നേക്കൂ. അമ്മമ്മ ഇങ്ങോട്ട് വരൂ. പോ, ഇങ്ങോട്ട് പോ. നാറോട്ടിയെ, ആരുമില്ലേ ഇവിടെ? നാറോട്ടി, ആരാ? നാറോട്ടി ഇല്ലേ ഇവിടെ? കുട്ടി ഇവിടെ ഇല്ല. ആരാ? എന്തു വേണം? ഞാൻ നാരായണൻകുട്ടിയുടെ ഒരു ദോസ്താ, ചങ്ങായി, കുമാരൻ എന്ന് പറയും. ആ, കുമാരേട്ടനാണോ? എന്താ? അവൻ ഇങ്ങോട്ട് വന്നോ? ആര്? അപ്പൂട്ടി. ഇല്ല. ഇനിയിപ്പോ എനിക്ക് തോന്നിയതാവോ? എന്താ കുമാരേട്ടാ? ഞാൻ കടവത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ ശരം വിട്ടമാരി ഓർമ്മ കണ്ടു. ആരാന്ന് ചോദിച്ചിട്ട് പറയണമില്ല. ഇവിടേക്കാ കേറണ കണ്ടത്. മറ്റുമാതിരി കണ്ടിട്ട് അവൻ തന്നെയാ. എന്റെ കുട്ടി അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്റെ ഈശ്വര ഇങ്ങനെ? അതൊക്കെ ശരിയാ, പക്ഷെ ആരാ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക? പോത്തെന്ന് പറഞ്ഞാ വെട്ടുപോത്താവൻ ജാതി. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും ജനലും വാതിലും ഒക്കെ നല്ലോണം കുറ്റിയിട്ടിട്ട് കിടക്കുക. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. പിന്നെ എന്തേലും ഒരു ആയുധം തലണക്കിലിരിക്കുന്നത് നല്ലതാ. നല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഒരു ബലത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ അവന് പിടികൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ? എന്തോ ഒന്ന് അനങ്ങിയോ? ഈശ്വര. അല്ല, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാ പിന്നെ വരട്ടെ. ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ. എന്താടാ ഇങ്ങോട്ടൊക്കെ? ആ അപ്പൂട്ടി എന്നെ അന്വേഷിച്ച് കിടക്കുക. അവൻ എന്നെ കൊല്ലും മുതലാളി. അയ്യോ, അവനെ പോലീസിന് ഒറ്റിക്കൊടുത്തത് നീയല്ലടാ. ഞാൻ എന്റെ ആളാണ് അപ്പൂട്ടിന്ന് പോലീസിനോട് പറഞ്ഞത് നീയല്ലടാ റാസ്കിൾ. അത് പോലീസിന്റെ അടി കൊണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പോലീസിന്റെ അടി കൊണ്ടാ നീ അറിയാതെ നിന്റെ തന്തയുടെ പേര് പറയടാ. നന്ദി കേട്ടവനെ, എനിക്ക് അന്നേ അറിയാം ആ ഹേമയെ കൊന്നു നീയാണെന്ന്. ശവം ചാക്കി പൊറിഞ്ഞ് പുഴയെ കൊണ്ടിടാൻ അപ്പൂട്ടി നിന്നെ സഹായിക്കുകയും ചെയ്തു അല്ലേ? അയ്യോ അല്ല, ഞാനല്ല മുതലാളി. കണ്ടോരുണ്ട്, ദൃക്സാക്ഷിയിലുണ്ടാ എന്റെ കയ്യില്. വിട്ടിണ്ട്. ലാസർ മുതലാളിയോടാ കളിക്കണേ നായേ. ഒരു തെറ്റും ചെയ്യാതെ തന്നെ എന്നെ രക്ഷിക്കണം മുതലാളി. കൊന്നവൻ കഴുമരത്തി കേറണം, അത് ഉറപ്പാ. അല്ല, അത്രയും വേണ്ടി വരില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ, ആ അപ്പൂട്ടിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഞാൻ ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഞാനൊരു സഹായം ചെയ്യാം. നിന്റെ ആ 3 തള്ളാരുണ്ടല്ലോ, അവറ്റിനെയും കൂടി നിന്റെ ശവക്കുഴിയിൽ ഒരുമിച്ചിട്ട് മൂടാം. പോകണം. എടാ പിശാശെ, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ എന്തിനാ ഈ ആളും വെട്ടോളെടുത്തൊക്കെ വന്ന് നിക്കണേ? എന്നെ രക്ഷിക്കണം മുതലാളി. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്താ കർത്താവാ? എടാ സംഗതി ആകെ പുലിവാല് പിടിച്ചിരിക്കുക. നീ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കടാ. ഒളിച്ചൊളിച്ച് ഞാൻ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 2 കുത്ത് ചീട്ട് മേടിച്ചു തരാം. നീ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് കളിക്ക്.
എടാ നിനക്ക് ഞാൻ ആവശ്യത്തിന് കാശ് തരണില്ലേ? പിന്നെ എന്നെ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ഒരു തറവാടിത്തല്ല മോനെ നിനക്ക്. ഇത് പ്രശ്നാവൂട്ടോ. എന്റെ നെലിയും മേലും നിനക്കറിയാലോ. മുതലാളി എനിക്ക് കുറച്ച് കാശ് കൊടുത്താ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം. പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. കുറച്ചെന്ന് വെച്ചാൽ നിനക്ക് എത്ര കാശ് വേണം? 1000 രൂപ മതിയോ? അതുപോരാ, പിന്നെ കുറച്ചുകൂടെ വേണം. എന്നത് പറ. ചുരുങ്ങിയത് ഒരു 1,00,000 രൂപയെങ്കിലും വേണം. 1,00,000? ടാ പൂട്ടാ, 1,00,000 എന്ന് പറഞ്ഞ രൂപ എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടാ? അറിയാം, അതെനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കൊലക്കയറെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പിന്നാരാ? നിന്റെ അച്ഛനും കൂട്ടിന് വരുമോ? ദേ പേടിപ്പിക്കണ്ട, അത് വിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. ദേ വെറുതെ നാട്ടുകാരുടെ കണ്ണി പെടണ്ട. ചെല്ലടാ. എന്നെ വെട്ടിച്ചു പോയാൽ ഞാൻ അങ്ങോട്ട് വരും. എങ്ങോട്ട്? വീട്ടിലോട്ട്. വീണ്ടും അവ എന്നെ പേടിപ്പിക്കാണല്ലോ. ദേ ഇവിടെ ആളും വെട്ടൊക്കെ ഉണ്ട്. നീ അങ്ങോട്ട് മാറിയെന്നേ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞത് കേക്കടാ. ചെല്ലടാ. ഞാൻ പറയുന്ന കേക്കാൻ പറയുന്ന കേക്കാൻ എന്നെ തൊട്ട ചേടാ നായിന്റെ മോനെ, നിനക്ക് കൊല്ലണോ എന്നെ? കൊല്ലണേ കൊല്ല, ഞാൻ കൈയൊട്ടി നേരം. എന്നെ നീ ഒറ്റ കൊടുത്തു, അതിലെനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് ഞാൻ ചെയ്തതാ. വിഷമം നീ ഇതിൽ പെട്ടുപോയതില്ല. എന്നോട് പകരം വീട്ടാനല്ലേ നീ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങുന്നത്? ആര് പറഞ്ഞു? പകരം വീട്ടാൻ പോകുന്ന നിന്നോടല്ല, നിന്നെ എന്നെയൊക്കെ വാലാട്ടിപ്പട്ടിയാക്കിയ നാറിയുണ്ടല്ലോ ലാസർ, അവനോടാ. ഹേമയെ കൊന്ന് എന്റെ കടലിൽ ചാക്കി കെട്ടിയത് ഇതെന്റെ തലയെ വെച്ച് കെട്ടാനല്ലേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാനും നീയും ഒക്കെ പെട്ടുപോയതാടാ. അല്ല, നമ്മളെ പെടുത്തിയതാ. ഹേമയെ കൊന്നത് ഞാനല്ല, ലാസറാ. ലാസറോ? എന്തിന്? അഭിമാനം രക്ഷിക്കാൻ. ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുപടിക്കൽ അവള് ഗർഭസത്യാഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എടാ, വിഷം കൊടുത്ത അവളെ കൊന്നത്. ശവമാ ഞാൻ കാണുന്നേ. ചാക്കി കെട്ടി പുഴയെ കൊണ്ട് താത്തത് ഞാനാ. എന്തു വന്നാലും രക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ അവന് കൊല്ലണം, ഞാൻ പിടികൊടുക്കാം. പക്ഷെ എന്നെ നിന്നെയൊക്കെ ചതിച്ച് അവനെ കൊന്നിട്ടേ ഞാൻ പിടികൊടുക്കൂ.
അപ്പൂട്ടി അവന്റെ മറ്റേ കാര്യം കൂടി തല്ലി പിടിക്കടാ. അപ്പൂട്ടി എന്നെ കൊല്ലല്ലേ അപ്പൂട്ടി. എടാ കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് ഭാരിക്കുന്ന പോലെ നീ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടാ. അപ്പൂട്ടി വിടാൻ തൊട്ടുപോഴേ അപ്പൂട്ടി വിടാൻ. ഇവന്റെ കഴുത്തിൽ കൊലക്കയറി വീഴുന്നത് കാണാൻ നീ ഉണ്ടാവണം. പറയടാ, സത്യം വിളിച്ചു പറയടാ, എല്ലാരും കേക്കട്ടെ. ആരടാ ഹേമയെ കൊന്നത്? എനിക്കറിയില്ല. പറയാൻ വിളിച്ചു പറയടാ, ആരടാ ഹേമയെ കൊന്നത്? ഞാനാ. ഉറക്കെ പറയടാ, ഞാനാ. കൊല്ലാനെ കൊല്ലാൻ.